ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോഴ്സസ് ആൻഡ് സ്കൂൾസ് ഓഫ് മുസ്ലിം ലോനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഫാമിലി ലോയുടെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോഴ്സസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഹിന്ദു ലോ ആയിരുന്നു പറഞ്ഞത്. ഇതിൽ മുസ്ലിം ലോയിൻ്റെ സോഴ്സസ് ആൻഡ് സ്കൂൾസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോഴ്സസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് ഏൻഷ്യൻ സോഴ്സസും ഒന്ന് മോഡേൺ സോഴ്സസും. ഏഷ്യൻ സോഴ്സസിൽ വരുന്നത് ഖുറാൻ, സുന്ന ഓർ അഹദീസ്, ഇജ്മ, ഖിയാസ്, ഉർഫ് ഓർ തമുൽ. ഇത്രയാണ് മുസ്ലിം ലോയുടെ ഏൻഷ്യൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി മോഡേൺ സോഴ്സസിൽ വരുന്നത് നമ്മൾ ഹിന്ദു ലോയിൽ കണ്ട പോലെ തന്നെ ജുഡീഷ്യൽ ഡിസിഷൻസ്, ലെജിസ്ലേഷൻസ്, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കൺസൈൻസ്. അപ്പോൾ ഇതിൽ മോഡേൺ സോഴ്സസിനെ കുറിച്ച് ഇനി ഞാൻ ഒത്തിരി എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. ഏൻഷ്യൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാം. അതാണ് അടുത്ത സ്ലൈഡുകളിൽ വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഖുറാൻ. നമുക്കറിയാം മുസ്ലിംസ് അവരുടെ ഒരു സീക്രട്ട് ബുക്കായിട്ടാണ് ഖുറാനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നതും ഈ ഖുറാൻ തന്നെയാണ്. ഈ ഖുറാനിൽ പ്രധാനമായിട്ടും ഉള്ളത് പ്രോഫറ്റിന് ഗോഡ് വന്ന് കൊടുത്ത വെളിപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഇത് പ്രോഫറ്റ് നേരിട്ട് എഴുതിയ ഒരു ബുക്കൊന്നുമല്ല ഈ ഖുറാൻ എന്ന് പറയുന്നത്. പ്രോഫറ്റ് തൻ്റെ കമ്പാനിയൻസിന് തനിക്ക് ഗോഡ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഈ കമ്പാനിയൻസ് എഴുതിയതാണ് ഈ ഖുറാൻ എന്ന് പറയുന്ന ഈ സീക്രട്ട് ബുക്ക്. അപ്പോൾ ഈ ബുക്കിലാണ് ഓൾ പ്രിൻസിപ്പിൾസ്, ഓർഡിനൻസ്, ടീച്ചിങ്സ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് ഇസ്ലാംസ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏൻഷ്യൻ സോഴ്സാണ് സുന്ന ഓർ അഹദീസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ട്രഡീഷൻസ് ഓഫ് പ്രോഫറ്റ്. ഇതിൽ മെയിൻലി പറഞ്ഞിരിക്കുന്നത് പ്രോഫറ്റ് പിന്തുടർന്ന് വന്ന കുറച്ച് പ്രാക്ടീസസ് ആൻഡ് പ്രീസിഡൻസ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ്. അതായത് പ്രോഫറ്റ് വിത്തൗട്ട് ദ റെഫറൻസ് ഓഫ് ഗോഡ് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോഫറ്റ് പ്രാക്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയും ഒരു സോഴ്സ് ഓഫ് ലോ തന്നെയായിട്ടാണ് മുസ്ലിംസ് കണക്കാക്കുന്നത്. അടുത്തതാണ് ഇജ്മ. ഇജ്മ എന്ന് പറഞ്ഞ കൺസെൻസസ്, അതായത് യുനാനിമസ് ഡിസിഷൻ ഓഫ് ജൂറിസ്റ്റ്. അതായത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഈ ഒറിജിനൽ ലോ മേക്കിംഗ് പ്രോസസ്സ് എൻഡ് ചെയ്തു പോയായിരുന്നു. അപ്പോൾ ഒരു പുതിയ ഇഷ്യൂ വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഓരോ കാലത്തും ആ സമയത്ത് പ്രഗത്ഭന്മാരായിട്ടുള്ള ജൂറിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവർ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഖുറാനെ ബേസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും അങ്ങനെയുള്ള ആ സൊല്യൂഷൻസിനെയായിരുന്നു നമ്മൾ ഇജ്മ എന്ന് പറയുന്നത്. അടുത്ത ഏൻഷ്യൻ സോഴ്സാണ് ഖിയാസ്. അനലിറ്റിക്കൽ ഡിഡക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഇജ്മ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനകത്ത് ഖുറാനിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യും? അപ്പോൾ അവർ ചെയ്യുന്നതാണ് ഇതുപോലത്തെ സിമിലർ ആയിട്ടൊരു ഇഷ്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസണിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ ക്യൂയാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിഡക്ഷൻ ആണ്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്കവർ ലോ. ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു സംഭവം അത് എവിടെയോ ഹൈഡായി കിടക്കുകയാണ്, അതിനെ ഡിസ്കവർ ചെയ്തെടുക്കുക, അതിനെ കണ്ടെത്തുന്നത് തന്നെയാണ് നമ്മൾ ഈ ക്യൂയാസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരു പുതിയൊരു ലോ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള സോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ക്യൂയാസിന് അത്ര വലിയ റെലവൻസ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ സോഴ്സ് ഓഫ് ലോ. അടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാണ് ഉർഫ് ഓർ തമൂൽ. നമ്മൾ ഹിന്ദു ലോയിൽ പറഞ്ഞ പോലെ തന്നെ കസ്റ്റം, ആചാരങ്ങൾ ആണ് ഉർഫ് ഓർ തമൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം വരുന്നതിന് മുന്നേ അറേബ്യൻ കൺട്രീസിൽ ഒത്തിരി കസ്റ്റംസ് ഒക്കെ നിലവിൽ നിന്നിരുന്നു. പ്രോഫറ്റ് മുഹമ്മദ് വന്ന് ഇതിനകത്ത് ഒത്തിരി കസ്റ്റംസ് അബോളിഷ് ചെയ്തു. എന്നാൽ ചില കസ്റ്റംസിനൊക്കെ പ്രോഫറ്റ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള അനുമതി കൊടുക്കുകയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രസൻറ്റ് പൊസിഷൻ വെച്ചിട്ട് ശരീഅത്ത് ആക്ട് 1937 ഒത്തിരി കസ്റ്റമറി പ്രാക്ടീസസിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കസ്റ്റം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ചാരിറ്റീസ്, വില്ല്, അഡോപ്ഷനും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലെല്ലാം ഇപ്പോഴും കസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി മുസ്ലിം ലോയിലെ സ്കൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്കൂൾസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ആരായിരിക്കും സക്സസർ എന്നൊരു ചർച്ച വന്നു വരുന്നത്. അപ്പം അതിൽ 2 പേരുടെ പേരാണ് വന്നത്. ഒന്ന് അലിയും ഒന്ന് അബൂബക്കറും. അലി എന്ന് പറയുന്നത് സൺ ഇൻ ലോ ഓഫ് പ്രോഫറ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഈ അലീനെ ഫോളോ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ കൂട്ടം ഓഫ് ആളുകളെ പറഞ്ഞതായിരുന്നു ഷിയ സ്കൂൾ എന്നും, അതുപോലെ പ്രോഫറ്റിൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ടുള്ള അബൂബക്കറിനെ ഫോളോ ചെയ്ത ആ കൂട്ടം ആളുകളെ പറഞ്ഞത് സുന്നി സ്കൂൾ എന്നുമാണ്. നമുക്ക് ഈ 2 സ്കൂളും എന്താണെന്ന് നോക്കാം.
ഫസ്റ്റ് വണ് സുന്നി സ്കൂളാണ്. അപ്പോൾ ഈ സുന്നി സ്കൂളിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഹനഫി സ്കൂൾ എന്ന് പറയുന്നത്. ഹനഫി സ്കൂളാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ സ്കൂൾ ഇൻ സുന്നി ലോ എന്ന് പറയപ്പെടുന്നത്. ഇതിന് കൂഫ സ്കൂൾ എന്നും മറ്റൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ട്രിൻസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഹിദായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കിലാണ്. അതുപോലെ ഈ സ്കൂള് ഹനഫി സ്കൂള് മെയിനായിട്ട് കാണുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, സിറിയ, ടർക്കി എന്നീ രാജ്യങ്ങളിലാണ്. അടുത്ത സ്കൂളാണ് മലാക്കി. മാലിക് ഇൻ അനാർ ആണ് ഈ സ്കൂള് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് സുന്ന ആൻഡ് ഹദീസാണ്. അതായത് ട്രഡീഷൻസ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, അതാണ് ഈ സ്കൂളിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുക്കാണ് കിതാബ് അറ്റ് മുവാത്ത. അതുപോലെ തന്നെ ഈ സ്കൂളിന് ഇന്ത്യയിൽ അധികം ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത സ്കൂളാണ് ഷാഫി. മുഹമ്മദ് ബിൻ ഇദ്രിസാഷാണ് ഈ സ്കൂള് സ്ഥാപിച്ചിട്ടുള്ളത്. ഈജിപ്തിലാണ് ഈ സ്കൂൾ ആദ്യമായി സ്ഥാപിച്ചത്. ഇവർ ഇജ്മേനെയാണ് ഒരു മെയിൻ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കാണുന്നത്. ഈ സ്കൂളിൻ്റെ ഫോളോവേഴ്സ് മെയിൻലി കാണുന്നത് ഈജിപ്റ്റ്, സദേൺ അറേബ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യയിലാണ്. അടുത്ത സ്കൂളാണ് ഹനബലി. ഈ സ്കൂള് സ്ഥാപിച്ചിട്ടുള്ളത് അഹമ്മദ് ബിൻ ഹനബയിലാണ്. ഇവരുടെ മെത്തഡോളജിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഖുറാൻ, ഇജ്മ ആൻഡ് സുന്നേനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്തത് ഷിയ സ്കൂള്. ഷിയ സ്കൂളിലും 3 ടൈപ്പ് ഓഫ് സ്കൂളുകൾ വേറെ വരുന്നുണ്ട്: ഇത്ന അഷാരി, ഇസ്മായിലീസ്, സയ്യദീസ്. അപ്പം ഇതിനകത്ത് ഇത്നാശാരി എന്ന് പറയുന്ന സ്കൂളാണ് ഇന്ത്യയിലുള്ള ഷിയ മുസ്ലിംസ് കൂടുതലുമായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂളിന് ഫോളോവേഴ്സ് ഉള്ളത് ഇറാഖിലും ഇറാനിലുമാണ്. അതുപോലെ അടുത്ത ഷിയ സ്കൂളിൽ വരുന്നതാണ് ഇസ്മായിലീസ്. ഇന്ത്യയിലാണെങ്കിൽ ഇസ്മായിലി സ്കൂളിന് 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഖോജ, പിന്നെ ഒന്ന് ബൊഹോറാസ്. അപ്പോൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ദാറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് ദിസ് സ്കൂൾ ഹാസ് സ്പെഷ്യൽ നോളജ് ഓഫ് റിലീജിയസ് ഡോക്ട്രിൻ. അടുത്ത സ്കൂളാണ് സയ്യദി. ഈ സ്കൂളിന് ഇന്ത്യയിൽ അങ്ങനെ ഫോളോവേഴ്സ് ഒന്നുമില്ല. മോസ്റ്റ് ഫോളോവേഴ്സ് ഉള്ളത് സൗത്ത് അറേബ്യയിലും അതുപോലെ യമനിലുമാണ്. ഇനി ഷിയ ആൻഡ് സുന്നി കൂടാതെ വേറെ 2 ടൈപ്പ് സ്കൂളുകളുണ്ട്. ആൻഡ് ഒരു സ്കൂളാണ് ഇബാദി സ്കൂൾ എന്ന് പറയുന്നത്. ദി ഗീവ് മോർ പ്രിഫറൻസ് ടു ഖുറാൻ. അതുപോലെ തന്നെ മോസ്റ്റ് ഫോളോവേഴ്സ് ഉള്ളത് ഒമാനിലുമാണ്. ആൻഡ് ദി പ്രൊവൈഡ് പ്രിൻസിപ്പൽ കൺസിഡറേഷൻ ടു ഇജ്തിഹാദ്, അതായത് പേഴ്സണൽ റീസണിങ്ങിനാണ് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത സ്കൂളാണ് അഹമ്മദിയ സ്കൂള്. ഈ അഹമ്മദിയ സ്കൂളിൻ്റെ ഫോളോവേഴ്സ് ക്ലെയിം ചെയ്യുന്നത് അവർ മുസ്ലിം ആണെന്നാണ്. പക്ഷെ അവർ പ്രോഫറ്റ് മുഹമ്മദിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. ഈ സ്കൂൾ റീസെൻ്റായിട്ട് ഒറിജിൻ ചെയ്തു വന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഇത് ഒറിജിൻ ചെയ്തത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മിർസ ഗുലാം കദിയാനിയാണ്. ഈ സ്കൂളിൻ്റെ ആളുകൾ ഫോളോ ചെയ്യുന്നത് 19th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരാളെയാണ്. ഈ അഹമ്മദിയ സ്കൂളിനെ ഒരു മുസ്ലിം ഗവൺമെൻറ്റും ഇന്നേ വരെ മുസ്ലിംസായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഇവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നതും ഇറ്റ്സ് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ദ ഫെയ്ത്ത് ഓഫ് മുസ്ലിംസുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കൂൾസ് ആൻഡ് സോഴ്സസ് ഓഫ് മുസ്ലിം ലോയിൽ വരുന്ന കാര്യങ്ങൾ.